ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവർക്കും അടിപൊളി വീട്ടിലെ സ്വാഗതം. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്, നല്ല ചൂടുണ്ട്. കാറ് കഴുകാനായിട്ട് നമ്മളുടെ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ആൽഫിക്ക് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ പോകണം. ആൽഫിന്റെ ചങ്ക് ഫ്രണ്ട് ഉണ്ട്, രാജലക്ഷ്മി എന്ന് പറയും. അവർ ബാംഗ്ലൂരാണ്. കുറേ കാലം അവർ കൊച്ചിയിലേക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ അവളോട് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് അവൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് ബസ്സിന് അവൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ആൽഫിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിന്ന് ആൽഫിനെ സർപ്രൈസ് ചെയ്യും ഗൈസ്. ഓക്കെ, ഞാൻ വേറൊരു കള്ളത്തരം പറഞ്ഞിട്ട് അവളെ വേറൊന്ന് ഫ്ലാറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് മെനാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റിൽ പോകാം, എന്നിട്ട് അടുത്ത സിറ്റുവേഷൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അവളെ പിക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഒരു അടിപൊളി വീഡിയോ കേസ്. കാരണം അൽഫി കുറേ ആയി വിചാരിക്കുന്ന മീറ്റ് ചെയ്യണം, പണ്ടത്തെ ഒരു വൈബ് ചെയ്യണം എന്നൊക്കെ. സോ ടുഡേയ്സ് ദ ഡേ. യെസ്, നമ്മളെ ഫ്ലാറ്റ് വൃത്തിയായി കിടക്കുന്ന കണ്ട ഏതാ ഭംഗി, കുടിക്കാനുള്ള കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എത്തി. സോ ബേബിയോ എവിടെ നീ? ക്യാമറിന്റെ ഉള്ളിലേക്കാണ് കയറിയായിരുന്ന കരുപ്പ്. അപ്പൊ ഇന്നലെയും കിൻഡർ ജോയ് വാങ്ങിയിരുന്ന അവള് അപ്പൊ റീസെന്റ് ഞാൻ വാങ്ങി തന്നായിരുന്നു ഈ വീട്ടിൽ പോണതിന് മുന്നേ. ഓക്കെ. അപ്പൊ എന്താ സാധനം കിട്ടിയത് നിങ്ങക്ക്? അപ്പൊ എനിക്ക് ഈ ഗിറ്റാറ് ഓക്കെ. സോ ഇതോടുകൂടി ഇവളെ കിൻഡർ ജോയിന്റെ പരിപാടി കഴിഞ്ഞിട്ടോ? ഇല്ല എന്റെ പൊന്നു മോളെ, ഇത് മക്കള് കളിക്കുന്ന സാധനമാണ്. ഇനി ഇല്ലടി, ഇത് ഇത്രതാ ഇവിടെ എത്തി. കണ്ട ഇവിടെ എത്തി. കിട്ടിയത് കൊണ്ടാണ്. കേട്ടോ, ഇത് മുതലാവൂല ബേബി, ഇതൊരു മാതിരി മക്കളെ പരിപാടിയാണ്. കണ്ട ഇപ്പോഴാണ് അതിന്റെ ഭംഗി. അങ്ങനെ റൗണ്ടില് ഇവിടെ അങ്ങനെ തട്ടി നിക്കും. ഹാപ്പി അല്ലേ? തക്കടാ ഹാപ്പി അല്ലേ? ചൂടാണ് നീ കാര്യം പറഞ്ഞ. പിന്നെ നമുക്ക് മീറ്റ് ചെയ്യുമ്പോൾ ഗൈസ് ഇപ്പൊ അവള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. അവൾക്ക് പ്ലേസ് അറിയാത്തതുകൊണ്ട് വൈറ്റിൽ ഏതോ ഒരു മൊബിലിറ്റി ഹബിന്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാട്ടാ, നോക്കാം ഗൈസ്. അപ്പൊ അവള് ഇതാക്കണ ഈ പാലത്തിന്റെ അപ്പുറ സൈഡിലാട്ടോ. അപ്പൊ അവൾക്ക് എന്ത് ചെയ്യണം അറിയാം, യൂട്ടൺ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോവാന്. സോ സിഗ്നൽ വന്ന് ഞാനും ആൽഫിയൊക്കെ കണ്ടുമുട്ടിയ സമയം ഉണ്ടല്ലോ ഞങ്ങളെ റിലേഷൻഷിപ്പില്, അപ്പം നമ്മളുടെ കൂടെ ഫുൾ ടൈം ഇവളുണ്ടായിരുന്നു. അന്ന് ഭയങ്കര വൈവായിരുന്നു. പിന്നെ ഇവള് ബാംഗ്ലൂരിൽ പോയി, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന് ശേഷം പിന്നെ മര്യാദ കണ്ടില്ല. സോ ദിസ് ഇസ് ഡേ. എന്റെ ഓ ശരിയാണ് ഇതാക്കണ അവിടെ ഓടാണ് കേട്ടോ. അതാണെന്ന് തോന്നുന്നു. കണ്ട് അതാ നിക്കുന്നുണ്ട്. അല്ലാ ദേ നിക്കുന്നു. നമസ്കാരം. ഹായ്, ഹൗ ആർ യു? വളരെ മാന്യമായിട്ടുള്ള സ്വഭാവമാണല്ലോ. ബാക്ക് കോട്ട് വെക്കണോ? എന്നാ മടിയിൽ വെച്ചപ്പത്തു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 1 ഇയർ ആയോ? ഞങ്ങള് ബാംഗ്ലൂര് വന്നിരുന്നു, അപ്പൊ മീറ്റ് ചെയ്തിരുന്നു. സോ അൽഫിക്ക് ഒരു ഐഡിയ ഇല്ല, സീരിയസ്ലി ഒരു ഐഡിയ ഇല്ല. അവള് ഞെട്ടാൻ വേണ്ടി റെഡി ആക്കിയ. അവളിനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞാ ഞാൻ അവിടെ താഴത്തെ മീറ്റിംഗ് ഇല്ല ഞാൻ പറഞ്ഞ താഴത്തെ മീറ്റിങ്ങിലാണ്. അപ്പൊ ഞാൻ അവര് ഫ്ലാറ്റ് കാണാൻ മുകളിലോട്ട് വരും. അപ്പം ഞാൻ അവരും കൊണ്ടുവരും. ഇപ്പൊ എനിക്ക് മെസ്സേജിന് മാക്സിമം അവരൊന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞു മെസ്സേജ് ഫ്ലാറ്റിലേക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഏതായാലും പോവാ ഗൈസ്. അപ്പൊ നമ്മള് ഫ്ലാറ്റിലെത്തി. ഇറങ്ങിയില്ലേ? ഗൈസ് അപ്പം ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. ഐ എം സോ എക്സൈറ്റഡ്. ഇവളെക്കാട്ടിലും കൂടുതൽ ഞാനാണ് എക്സൈറ്റഡ്. എന്താന്ന് എനിക്കറിയില്ല. വേറെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ കുറച്ച് മിടുക്കനാണല്ലോ. ഇനി പറയാൻ പറ്റില്ല, ഇതെല്ലാം അവൾ അറിഞ്ഞിട്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള പ്ലാനാണോ? എന്നെ പ്രാങ്കാക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരോട് എന്നെ സർപ്രൈസ് ചെയ്യാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നല്ല ക്ലൈമറ്റ് ആണ്. സൈഡ് നമ്മളെ ലോബിയിൽ ഒരു എ സി കണ്ടില്ല? അടിപൊളിയല്ലേ? നമ്മൾ ലോബിയിൽ ഒരു എ സി ഒക്കെ സെറ്റ് ചെയ്ത് കൂളിങ് ടെൻഡ കൂൾ ഒരാഴ്ചത്തേക്കുള്ളണ്ടല്ലോ. വരൂലെന്ന് പറഞ്ഞായിരുന്നു കേസ്, പിന്നെ പറഞ്ഞു. അതൊക്കെ ഒരു കഥ. യെസ്, ഇറങ്ങ്.
എങ്ങനെയുണ്ട് എന്റെ അഭിനയം എൽപി? സർപ്രൈസ് ആയ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ മോളെ സിനിമ നടൻ, സിനിമ നടൻ. സീരിയസ്ലി കാരണം നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ നീ വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു നീ വരുമായിരിക്കും. പട്ടി സമയം എന്റെ ആക്ടിങ് കണ്ടായിരുന്നു. നീ ആക്ട് ചെയ്യാൻ നീ ഒന്നും ഇതായില്ല. അയ്യോ ഞാൻ കുട്ടികൾ വരാന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആയതില്ലേ? എനിക്കില്ല ആക്ക് കണ്ട എനിക്ക് ഞെട്ടില്ല. ഇവള് പറഞ്ഞ് ചിലപ്പോ നമ്മൾ രണ്ടവിടെ ഒത്ത് കളിക്കായിരിക്കും. ഞാൻ പറഞ്ഞല്ല, അങ്ങനെയല്ല സംഭവമാണ് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ച്. ഓ അടിപൊളിയായില്ലേ? എന്താണ് എന്നിട്ട് ഫ്രണ്ടിന് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ഞാനിപ്പോൾ ഒരു എന്താ പറയാ പെട്ടെന്ന് ഒരു ദുരൂഹ സാഹചര്യത്തിൽ വന്നുകൊണ്ട് ഞാൻ അൽഫാം ഉണ്ടാക്കാന്ന് കരുതി. അൽഫാമിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ശരിക്കും ഞെട്ടിയ പിന്നെ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓളെ കൊറേ എന്റെ വെഡിങ്ങിനാ ഞാൻ ലാസ്റ്റ് കണ്ടത്. അങ്ങനെ കൊറേ വെഡിങ്ങിനല്ല നമ്മള് ബാംഗ്ലൂർ, പക്ഷെ എനിക്ക് അങ്ങനെ കൊറേ നാളായിട്ട് കണ്ട് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. എനിക്ക് എപ്പോഴും കാണുന്ന പോലെ, കാരണം ഞങ്ങൾ ഇപ്പോഴും വാട്സപ്പിലും കോണ്ടാക്ട് ഉള്ളതുകൊണ്ട്. പക്ഷെ കണ്ടപ്പോ കുറച്ച് നേരത്തേക്ക് ഒരു ഇതുണ്ടായി. പിന്നെ അങ്ങനല്ലേ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവള് വരണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സമ്മതിക്കാൻ അതാണ് അങ്ങനെ സത്യം പറ. അപ്പോഴേക്കും അൽഫാമൊക്കെ ഇവിടെ സെറ്റ് ആക്കി തുടങ്ങിട്ടോ. ഓ എന്താ വേണം ഇവിടെ ചാർജർ കൊള്ളട്ടെ, നല്ല ക്യൂട്ട് സാധനം ഉണ്ടോ, റെഡ് കളറിലൊക്കെ ഇങ്ങനെ പിരിച്ചിട്ട സാധനം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗസ്റ്റിന് വേണ്ടിയുള്ള ഫുഡ് നോക്കൂ, പെട്ടെന്ന് ചാച്ചി കൂട്ടി ഉണ്ടാക്കിയ ഫുഡാണ്. എന്റെ ബേബി ഒരു സംഭവം ആട്ടോ, അല്ലേ? സംഭവം അല്ല ആള് എന്റെ തക്കുവാണ്. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം. കഴിച്ച് ഇവിടെ പെരുമഴ, ആഹാ എന്താ രസം കാണാം. പെരുമഴ കുത്തി പെയ്തോണ്ടിരിക്കുക കേട്ടോ. മിക്കവാറും അവിടെ മൊത്തം വെള്ളം അറിയാൻ മതിയാവും. അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മളുടെ ഫർസിയോയിലെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് തിരക്കിലാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സൈറ്റ് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ പൂച്ചകളുള്ള എല്ലാവരോടും നിങ്ങൾ പോയി പറയാം ഇങ്ങനത്തെ ഒരു സൈറ്റ് ഉണ്ട്, ഇതിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, സോ ബൈ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു. ക്യാച്ച് യു ലേറ്റർ. നാളെ കാണാം.